കോൺഗ്രസിൽ നടക്കുന്ന ചില അനവസര ചർച്ചകൾ അതാണ് നേതൃത്വത്തിൽ തന്നെ ഏറെ വിയോജിപ്പുണ്ടാക്കുന്ന നീക്കങ്ങളുണ്ടാകും. മുഖ്യമന്ത്രി ആരാകുമെന്നതിലെ ചർച്ചകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി ഹൈക്കമാൻഡ് കളത്തിലിറങ്ങുകയാണ്. അനവസരത്തിൽ ഈ ചർച്ചകൾ വേണ്ട. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പത്തിന് വഴിവെക്കരുത്. അനാവശ്യ ചർച്ചകൾ വോട്ടർമാർക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്നും ഹൈക്കമാൻഡ് നിലപാട് അറിയിച്ചു കഴിഞ്ഞു. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ ആരാവണം മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ സജീവമാവുകയാണ്. ചിലരൊക്കെ നിലപാടുകൾ പരസ്യമായി പറയുന്നു എന്നതുകൂടിയാണ് ഈ തരത്തിൽ ചർച്ചകൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കുന്നത്. ഇതിനിടയിൽ ഈ ചർച്ചകൾക്ക് തുടക്കമിടുന്നത് യഥാർത്ഥത്തിൽ മുഹമ്മദ് ഷിയാസ് എന്ന എറണാകുളത്തെ DCC അധ്യക്ഷനാണ്. എറണാകുളം ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവണം. ലക്ഷ്യം സതീശൻ തന്നെയാണ്. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് ചെയ്തത്. ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവണമെന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ഇടവെച്ചു. ഇപ്പോൾ ആ പ്രസ്താവന തള്ളിക്കൊണ്ട് കെ ബാബു രംഗത്ത് വരികയാണ്. വളരെ അപക്വമായ പ്രസ്താവനയായി പോയി. എല്ലാ ജില്ലക്കാർക്കും ഉണ്ടാവില്ലേ അവിടെ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം? ഇപ്പോൾ ഇത്തരം ചർച്ചകളുടെ ആവശ്യം തന്നെയില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നതാണ് കെ ബാബുവിൻ്റെ വാക്കുകൾ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി കേട്ട ശേഷം നമുക്കിതിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കാം. ഈ മുഖ്യമന്ത്രി ആരാന്നാണ് പറയാൻ ഞാൻ ഒരു തരത്തിലും ആളല്ല, ചുമതലപ്പെട്ട ആളുമല്ല. അതിൻ്റെ 7 അയലക്കത്ത് പോലും എത്തുന്ന ഒരാളല്ല ഞാൻ. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ഒട്ടും ശരിയല്ല. എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. യഥാർത്ഥം പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമാണ് UDF ജയിക്കാൻ വലിയ സാധ്യതയുണ്ടെങ്കിലും അങ്ങനൊരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. പിന്നെ മുഖ്യമന്ത്രി സംബന്ധിച്ച് ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതിൽ കവിഞ്ഞ് കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ ചർച്ച ഉണ്ടാകുകയില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളൊരു ചർച്ച നടത്തി അന്തരീക്ഷം മോശമാക്കുന്നത് ഒട്ടും ആശാസ്യമല്ല. ഇതാണ് കെ ബാബുവിൻ്റെ വാക്കുകൾ. എന്താണ് ഇപ്പോൾ ഈ ചർച്ചകളുടെ അടിസ്ഥാനം? ഇതിന് പിന്നിൽ ആരാണ്? ഇക്കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഗുഡ് മോർണിംഗ് ഡാൻ. ഇതിൽ കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകൾ അനവസരത്തിലുണ്ട് എന്നത് ഒരു തർക്കവുമില്ല. അതിൽ ഹൈക്കമാൻഡ് പറഞ്ഞില്ലെങ്കിൽ കൂടിയും വളരെ ബോധ്യമാണ്. ഹൈക്കമാൻഡ് ഇടപെടലിന് വഴിവെക്കുന്ന സാഹചര്യം എന്താണ്? ഈ മുഹമ്മദ് ഷിയാസ് പറയുമ്പോൾ ഷിയാസിന് പിന്നിൽ നിൽക്കുന്ന ആളുകളും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒരു ചേരി രൂപപ്പെട്ട് ഈ അവകാശവാദം ഉന്നയിക്കുന്നു. ഇനി പുറമേക്ക് പറയുന്നില്ലെങ്കിൽ കൂടിയും ഉള്ളിൽ ആരാവണം മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ എത്ര കണ്ട് സജീവമാണ്? 1987 ശേഷം സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് പെർസെൻറ്റേജ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് അവസാനിച്ചിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള അവകാശവാദങ്ങൾ. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും അത്തരത്തിൽ ഈ പോളിംഗ് ശതമാനം കൂടാൻ ഇടയായ സാഹചര്യങ്ങൾ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ആരാകണം മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ കോൺഗ്രസിന്റെ ഒരു വശത്ത് നിന്ന് സൈബർ പോരാളികൾ നേതാക്കളുടെ പേരെടുത്ത് വെച്ച് തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, അതിൽ പ്രധാനമായി പ്രതിപക്ഷത്തെ നയിച്ചുകൊണ്ടിരുന്ന 5 വർഷ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ പേര് ഒരു വിഭാഗം സൈബർ ഇടങ്ങളിൽ വലിയ തരത്തിൽ പ്രചരിപ്പിക്കുന്നു. മറുവശത്ത് രമേശ് ചെന്നിത്തലയുടെ പേര്, അതിനപ്പുറത്ത് KC വേണുഗോപാലിന്റെ പേര്, ഇങ്ങനെ പല പേരുകൾ ചർച്ചകളിൽ നിറയുന്നുണ്ട്. അങ്ങനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ ചർച്ചകൾ പോവുകയും നേതാക്കൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് പരസ്യമായ പ്രതികരണത്തിലേക്ക് കടക്കുകയുമൊക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡ് കൃത്യമായി ഈ വിഷയത്തിൽ ഒരു ഡയറക്ഷൻ നൽകുന്ന സാഹചര്യം, ഒരു അന്ത്യശാസനം പോലെ ഇപ്പോൾ നേതൃത്വത്തിന് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിന്റെ ഫലം 4-ാം തീയതി വരുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ കീഴ്വഴക്കങ്ങൾക്കും ചട്ടവട്ടങ്ങൾക്കും വിരുദ്ധമായി ഇത്തരത്തിൽ മുഖ്യമന്ത്രി ആരാകണം എന്ന ഒരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ സൈബർ ഇടങ്ങളിൽ നടത്തുന്ന പ്രചാരണങ്ങളെ തള്ളിക്കൊണ്ടാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കോൺഗ്രസ് പതിവായി സ്വീകരിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് പാർലമെന്ററി പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പാർലമെന്ററി പാർട്ടി ലീഡറായി വരികയും ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ മുഖ്യമന്ത്രിയുമായി വരുന്നത്. അതാണ് സ്വാഭാവികമായി സ്വീകരിക്കപ്പെടുന്ന ഒരു ശൈലി. അതിന് അപ്പുറത്തേക്ക് ഘടകവിരുദ്ധമായിട്ടൊന്നും ഇത്തവണയും സംഭവിക്കില്ല. അങ്ങനെ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക. MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്ന ആളുടെ പേര് ഹൈക്കമാൻഡിന് നിർദ്ദേശിക്കുകയും ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയും ചെയ്യുന്ന പതിവ് ശൈലി തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാകുകയെന്നാണ് നേതൃത്വം നൽകുന്ന വിശദീകരണം. അതിനപ്പുറത്തേക്ക് ഒരു പേരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരസ്യ പ്രതികരണവും ചർച്ചകളും ഇപ്പോൾ വേണ്ട. അത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പത്തിന് വഴിവെക്കും. മാത്രവുമല്ല, ഇങ്ങനെയൊരു 10 വർഷത്തെ ഇടത് ഭരണത്തിന് അപ്പുറത്തേക്ക് തുടർ ഭരണത്തിലുള്ള സാധ്യതകൾ ഇല്ലാതാക്കി
UDF-നെ അധികാരത്തിലേക്ക് എത്തിക്കാനായി ഒപ്പം നിന്ന വോട്ടർമാരെ നിരാശരാക്കുന്ന നടപടികളിലേക്ക് ഒരു നേതാക്കളും കടക്കരുത് പരസ്യ പ്രതികരണങ്ങളുടെ എന്നൊരു വാണിംഗ് ആണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് ഒരു വശത്ത് ഒരു വാണിംഗ് ആയി നിലനിൽക്കുമ്പോൾ തന്നെ ആഭ്യന്തരമായി ആരാകണം മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ച ചർച്ചകൾ ആഭ്യന്തരമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ വളരെ രഹസ്യമായി അണിയറയിൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. ഡാൻ, ഒരു കാര്യം കൂടി, ഈ നേതൃത്വം ഹൈക്കമാൻഡ് ഇതിന് വിലക്ക് പ്രഖ്യാപിക്കുമ്പോൾ, ഈ ചർച്ചകൾക്ക് വിലക്ക് പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം കോൺഗ്രസിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പതിവുള്ളതാണ്. ഇത്തവണയും നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപക്ഷെ ഈ ടേം വേദം വെപ്പ്, രമേശ് ചെന്നിത്തല, VD സതീശൻ സാധ്യതകൾ, അതിനിടയിൽ KC വേണുഗോപാൽ എൻട്രി ചെയ്യാനുള്ള സാധ്യത, ഇതൊന്നും തള്ളിക്കളഞ്ഞുകൂടല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പരസ്യമാക്കപ്പെടുന്നില്ലെങ്കിൽ കൂടിയും രഹസ്യമായി ആശയവിനിമയമൊക്കെ നടന്നിരിക്കാം. അത്തരം ചരടുവലികൾ എത്ര കണ്ട് നടക്കുന്നുണ്ട്? ഇതിൽ സമുദായ നേതാക്കളുടെയൊക്കെ നിലപാടൊക്കെ പിടിച്ചുകൊണ്ടാണല്ലോ പലപ്പോഴും ഈ കളികളൊക്കെ നടക്കാറുള്ളത്. അത്തരം നീക്കങ്ങൾ വല്ലതും ആരംഭിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് വൃത്തങ്ങളിൽ അടക്കം പറച്ചിലായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേരുകളാണ് സജീവമായിട്ട് ചർച്ചകളിലുള്ളത്. ആ 3 പേരുകൾ അവർ തന്നെ അതിനോട് പിന്തുണച്ചും എതിർത്തും അനുകൂലിച്ചുമൊക്കെ പ്രതികരണങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ദേശീയ തലത്തിലേക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ എത്താൻ കഴിഞ്ഞിട്ടുള്ള നേതാവ് KC വേണുഗോപാലാണ്. അദ്ദേഹം മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് തലം മുതൽ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു. അത് ധനവിനിയോഗത്തിലടക്കം, അതായത് ഈ സ്ഥാനാർത്ഥികളുടെ ചെലവിനാവശ്യമായ പണം എത്തിച്ചു കൊടുക്കുന്നതിലടക്കം KC വേണുഗോപാലിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ KC പക്ഷത്തെ അനുകൂലിക്കുന്നവരാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചവരിൽ ബഹുഭൂരിപക്ഷവും എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ അവിടെ MP-മാർക്ക് മത്സരിക്കുന്നതിന് ഒരു വിലക്കേർപ്പെടുത്തുന്ന സാഹചര്യം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഉണ്ടായത്. അതായത് ഒരുപക്ഷെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ K. സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും KC വേണുഗോപാലിന് കുറച്ചുകൂടി സുഗമമായി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എൻ്റർ ചെയ്യാൻ അതൊരു അവസരമായി മാറുമായിരുന്നു. കാരണം MP-മാർ ജയസാധ്യത മാത്രമാണ് പരിഗണന. അവിടെ MP ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവികൾ വഹിക്കുന്ന ആളാണോ എന്നതിനൊന്നും പ്രസക്തിയില്ല എന്നൊരു നിലപാട് അറിയിച്ചുകൊണ്ട് തർക്കത്തിന് പരിഹാരകനായി KC വേണുഗോപാലിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ എൻ്റർ ചെയ്യാൻ അതൊരു വലിയ അവസരമായി മാറുമായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് MP-മാർക്ക് മത്സരിക്കാൻ അവസരമില്ലാതിരിക്കുന്ന സാഹചര്യം. KPCC നേതൃത്വം തന്നെ അങ്ങനെ ഒരു നിലപാടെടുത്ത് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാം ഹൈക്കമാൻഡിനെ MP-മാർ മത്സരിക്കേണ്ടതില്ല, അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്, സംസ്ഥാനത്ത് മുതിർന്ന നേതാക്കളുണ്ട്, MP-മാർ മത്സരിക്കാതെ തന്നെ അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ തയ്യാറാണ് എന്ന തരത്തിൽ ഔദ്യോഗികമായി നേതൃത്വത്തെ അറിയിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ മുതലുണ്ടായി. പിന്നെ 2 പേരുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ക്യാമ്പിൽ ഇപ്പോൾ ചർച്ചകൾ തുടരുന്നത്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശനെയും രമേശ് ചെന്നിത്തലയും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. നമുക്ക് ഇച്ചിരൂടെ വിശദമായി പറഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തല 2021 മാറിക്കൊടുക്കേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം അറിയാം. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDF-ന് 5 വർഷത്തിലധികം പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിനു മുമ്പുണ്ടായ സാമൂഹ്യ സാഹചര്യങ്ങൾ, കോവിഡ്, അതോടൊപ്പം തന്നെ ഈ ഓഖി, അങ്ങനെ പല ദുരന്തങ്ങൾ, അതിൽ നിന്ന് കരകയറുന്നതിനിടയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ്. മാത്രവുമല്ല അന്ന് മുതൽ തന്നെ ഈ ഡീൽ നിലനിന്നിരുന്നു എന്ന ആരോപണമൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തല വളരെ അപ്രതീക്ഷിതമായാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറുന്നത്. പിണറായി വിജയനെതിരെ കൂടുതൽ ഒരു അഗ്രസീവായി പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വരണം എന്ന നിലപാട് ഒരു വിഭാഗം സ്വീകരിക്കുകയും VD സതീശനെ പിന്തുണച്ചുകൊണ്ട് അവർ രംഗത്തെത്തുകയും KC വേണുഗോപാലിന്റെ ആശീർവാദത്തോടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് VD സതീശൻ വളരെ അപ്രതീക്ഷിതമായി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കടന്നുവരികയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം മതസാമുദായിക സംഘടനകളോട് നേതൃത്വത്തോടൊക്കെ സ്വീകരിച്ചിരിക്കുന്ന സമീപനം നമുക്കറിയാം. ഒരേപോലെ NSS-നെയും അതേപോലെ തന്നെ SNDP-യും ഒക്കെ വിമർശിക്കുന്ന നിലപാട് അദ്ദേഹം പലപ്പോഴും കൈക്കൊണ്ടു. വെള്ളാപ്പള്ളി നടേശനുമായി നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന സാഹചര്യം, ഒരു പ്രതിപക്ഷ നേതാവ് എന്നതിലുപരി VD സതീശനെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന ശൈലി വെള്ളാപ്പള്ളി നടേശൻ പല തവണ സ്വീകരിച്ചു. അത് വലിയ തരത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ മുന്നണിക്കുള്ളിൽ തന്നെ ഈ ശൈലിയുമായി ബന്ധപ്പെട്ട് തന്നെ 2 അഭിപ്രായങ്ങൾ ഉയർന്നു. അതായത് ഒരു കുറച്ചുകൂടി ഒരു നയപരമായ ഇടപെടലാണ്
തന്നെയാണ് വേണ്ടത്, വൈകാരികമായ പ്രതികരണങ്ങൾക്കപ്പുറം എന്ന് ലീഗ് നേതൃത്വം അടക്കം ഒരു നിലപാടിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് വീണ്ടും UDF അധികാരത്തിലേക്ക് വന്നാൽ ആരാകണം മുഖ്യമന്ത്രി എന്ന ചർച്ചകളിൽ വീണ്ടും പല പേരുകൾ ചർച്ചകളിൽ നിറയുന്ന സാഹചര്യമുണ്ടായത്. ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി അദ്ദേഹത്തിന്റെ വിഭാഗം ഉയർത്തിക്കാണിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഉയർത്തിക്കാണിക്കുന്ന കാര്യം അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുമായി, അല്ലെങ്കിൽ കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഭരിച്ചിരുന്ന സമയത്ത് അവർക്കൊപ്പം ഭരണം നിർവഹിച്ച ഭരണ സംവിധാനത്തിന്റെ ഭാഗമായതിന്റെ ഭരണ പരിചയ മികവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അവസാന ഉമ്മൻചാണ്ടി സർക്കാരിൽ അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന ആളാണ്. മാത്രവുമല്ല മതസാമുദായിക സംഘടനകളുമായിട്ടും മറ്റ് സംവിധാനങ്ങളുമായുമൊക്കെ ഒരു ലെയ്സൺ അദ്ദേഹം ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ശൈലി, അത് അദ്ദേഹത്തിന് വളരെ പക്വതയോടെ ഈ പദവി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അവസരം നൽകണം. അതായത് ഉമ്മൻചാണ്ടിക്ക് ശേഷം സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവ്, ആ പദവിയിലേക്ക് എത്തേണ്ട ഒരു നേതാവ് രമേശ് ചെന്നിത്തലയാണ് എന്ന് കെ സുധാകരൻ അടക്കം തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രചാരണ വേളയിൽ തന്നെ പരസ്യമായി പ്രതികരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി ഒരു വിഭാഗം മുമ്പോട്ട് വെക്കുന്ന ഒരു സാഹചര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഇടയിൽ ഒരു തർക്കം ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ KC വേണുഗോപാലിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒരു സജീവമാകാനുള്ള വഴി ഒരുങ്ങുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർ തമ്മിൽ ഒരു ധാരണയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ KC വേണുഗോപാലിന് എത്ര കണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരണം എന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യമുണ്ടായെങ്കിൽ അത് യാഥാർത്ഥ്യമാകുമെന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അത്തരമൊരു സാഹചര്യം ഒരുങ്ങുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ 100 സീറ്റിനപ്പുറം മേടിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കുറച്ച് പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ക്യാമ്പിന്റെ അവസാന വിലയിരുത്തലിൽ 75 മുതൽ 80 സീറ്റുകൾക്കിടയിൽ ലഭിക്കാം. അങ്ങനെയാണ് അവസാനത്തെ കണക്കുകൂട്ടലുകളിൽ 80 സീറ്റിന് മുകളിലേക്ക് വരാനുള്ള സാധ്യത നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കുറവാണെന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ രഹസ്യമായെങ്കിലും പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഫലം വന്നതിന് ശേഷം മാത്രം അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും മറ്റ് പൊതു സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് മാത്രം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മതി എന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും അതിന് പേരിൽ ഒരു തർക്കം ഉണ്ടാകില്ല എന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആവർത്തിക്കുന്നു. അവർ അക്കാര്യത്തിൽ ഒരു ധാരണയിലാണ് ഇപ്പോൾ തന്നെ ഉള്ളത് എന്ന സൂചനകളാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ പങ്കുവെക്കുന്നത്. എന്തായാലും കോൺഗ്രസിൽ നടക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ ചർച്ചകളുടെയും തുടർ നീക്കങ്ങളുടെയും സാധ്യതയാണ് ഡാൻ പങ്കുവയ്ക്കുന്നത്. എന്ത് സംഭവിക്കാം? 3 പ്രധാനപ്പെട്ട നേതാക്കളെ സജീവമായി പരിഗണിക്കേണ്ട സാഹചര്യമുണ്ട്. രമേശ് ചെന്നിത്തലയോ VD സതീശനോ, അതല്ലെങ്കിൽ KC വേണുഗോപാലോ. അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകളാണ് ഡാൻ കുര്യൻ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.